പ്രിയമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും പുതിയ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് ഏതു മനുഷ്യനും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു പ്രധാന സ്വിച്ച് വേർഡ്സ് ആണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ജീവിക്കാൻ ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ് ഇവ വേണം എന്ന് എല്ലാവർക്കും അറിയാം. ഇത് രണ്ടും കൂടെയുള്ള വ്യക്തി ഏത് പ്രതിസന്ധികളിലും ജീവിക്കും. രോഗങ്ങളും മാനസിക പ്രശ്നങ്ങളും അവരെ അലട്ടുകയില്ല. ഇവിടെ ഇന്ന് പറയുന്ന മാന്ത്രിക സ്വിച്ച് വേർഡ്സ് മാലാഖമാരുടെ ആണ്. രോഗശാന്തി, സമാധാനം, മാനസിക ടെൻഷൻ ഇവയിൽ നിന്ന് ആശ്വാസം നേടുവാൻ ഈ സ്വിച്ച് വേർഡ്സ് നിങ്ങളെ സഹായിക്കും. പ്രിയമുള്ളവരെ, സ്വിച്ച് വേർഡ്സ് ജപിച്ചു കഴിഞ്ഞാൽ ഒരു രോഗവിവരത്തിന് ഒരു ഡോക്ടറിനെ കാണരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. രോഗം എല്ലാ മനുഷ്യനും ജീവിതത്തിൽ വരാം. പക്ഷേ സ്വിച്ച് വേർഡ്സ് ജപിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന രോഗത്തിന് ലഭിക്കുന്ന മെഡിസിൻ വളരെ വേഗം പ്രവർത്തിക്കുന്നു. രോഗാവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് മോചനം നേടുവാൻ സഹായകരമാണ്. പലപ്പോഴും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ സ്വിച്ച് വേർഡ്സ് നിങ്ങൾക്ക് രോഗശാന്തി നൽകുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ ജപിക്കണം എന്ന് പറഞ്ഞു തരുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്ക് പ്രയോജനകരമായ ഈ വിഷയം ഷെയർ ചെയ്യുന്നത് തന്നെ നിങ്ങളിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. പല സുഹൃത്തുക്കളുടെ കമന്റുകൾ വായിച്ച ശേഷം അവർക്ക് വേണ്ടി കൂടെ ഈ വിഷയം സമർപ്പിക്കുന്നു. ഇനിയും പലതരത്തിൽ ഉള്ള സ്വിച്ച് വേർഡ്സ് ചോദിച്ചു കമന്റ് അയച്ചവരെ മറക്കുന്നില്ല. നിലവിൽ അവരുടെ വിഷയങ്ങൾക്ക് ആശ്വാസകരമായ വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വിഷയങ്ങളുടെ ലിങ്ക് കാണുവാൻ നിങ്ങൾക്ക് കഴിയും. എങ്കിലും അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പുതിയ വീഡിയോസ് അധികം താമസിയാതെ ഞങ്ങൾ ചെയ്യുന്നതാണ്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിച്ചു കുറച്ചു സമയം ഞങ്ങളെ കേൾക്കുവാൻ തയ്യാർ എങ്കിൽ ഈ മാലാഖ മന്ത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണകരം എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ചാനൽ ഗുണകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഏഞ്ചൽ, ലൈറ്റ്, ഡിവൈൻ, ബി എന്നത് മാലാഖമാരുടെ അനുഗ്രഹമാണ്. ഇത് രോഗശാന്തി, അത്ഭുതങ്ങൾ, മാർഗനിർദ്ദേശം, സ്നേഹം, സമാധാനം എന്നിവയെ ക്ഷണിക്കുന്നു. സ്വയം രോഗശാന്തിക്കായി നിങ്ങൾക്ക് ഇത് ജപിക്കാം. കൂടാതെ ദൂരെ നിന്ന് മറ്റുള്ളവർക്ക് രോഗശാന്തി അയക്കാനും കഴിയും. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിച്ചു കുറച്ചു സമയം ഞങ്ങളെ കേൾക്കുവാൻ തയ്യാർ എങ്കിൽ ഈ മാലാഖ മന്ത്രം നിങ്ങൾക്ക് ജീവിതത്തിൽ ഗുണകരം എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്നതാണ്. പ്രിയമുള്ളവരെ, ചാനൽ ഗുണകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഏഞ്ചൽ, ലൈറ്റ്, ഡിവൈൻ, ബി എന്നത് മാലാഖമാരുടെ അനുഗ്രഹമാണ്. ഇത് രോഗശാന്തി, അത്ഭുതങ്ങൾ, മാർഗനിർദ്ദേശം, സ്നേഹം, സമാധാനം എന്നിവയെ ക്ഷണിക്കുന്നു. സ്വയം രോഗശാന്തിക്കായി നിങ്ങൾക്ക് ഇത് ജപിക്കാം. കൂടാതെ ദൂരെ നിന്ന് മറ്റുള്ളവർക്ക് രോഗശാന്തി അയക്കാനും കഴിയും. സ്വന്തം രോഗശാന്തിക്കുവേണ്ടി ഈ സ്വിച്ച് വേർഡ്സ് എങ്ങനെ ജപിക്കണം എന്നതാണ് ആദ്യം പറയുന്നത്. നിങ്ങളുടെ കൈകൾ ഹൃദയചക്രത്തിലോ ശരീരത്തിന്റെ അസ്വസ്ഥതയോ വേദനയോ അനുഭവപ്പെടുന്ന ഭാഗത്തോ വയ്ക്കുക. ഒരു ആഴത്തിലുള്ള ശ്വാസം എടുത്ത് ഏഞ്ചൽ, ലൈറ്റ്, ഡിവൈൻ, ബി എന്ന് ജപിക്കുക. 1-2 മിനിറ്റ് നിങ്ങളുടെ ശ്വസനം സാധാരണ നിലയിലാകാൻ അനുവദിക്കുക. നിങ്ങൾ ഈ വാക്കുകൾ ജപിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സ് ഈ വാക്കുകൾ നൽകിയ അനുഗ്രഹം നിങ്ങളുടെ ശരീരത്തേക്ക് പ്രവഹിക്കുന്നതായി ഉറച്ചു വിശ്വസിച്ചു. ഈ ഊർജ്ജപ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് കടന്നുവരുന്നു എന്ന് മനസ്സിൽ കാണുക. ഈ പ്രകാശം കടന്നു ചെല്ലുന്ന ശരീരഭാഗങ്ങളിൽ ഉള്ള പ്രോബ്ലംസ് എല്ലാം മാറിപ്പോകുന്നു എന്ന് സ്വന്തം മനസ്സിൽ കാണുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയത്തിലും വികാരങ്ങളിലും ശരീരത്തിലും ആണെന്ന് ശരിക്കും അനുഭവിക്കുക. നിങ്ങളുടെ കൈകാലുകൾ, കഴുത്ത്, ശരീരം, കാലുകൾ, കൈകൾ എന്നിവയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന എല്ലാ സൂക്ഷ്മ സംവേദനങ്ങളും രേഖപ്പെടുത്തുക. മാനസിക പ്രയാസങ്ങൾ ഉള്ളവർ തങ്ങളുടെ വിഷമതകൾ മനസ്സിൽ നിന്നും ചിന്തകളിൽ നിന്നും ഈ പ്രകാശം കടന്നുവരുമ്പോൾ അകന്നുപോകുന്ന രംഗം നിങ്ങളുടെ മനസ്സിന്റെ ഭാവനയിൽ കണ്ട ശേഷം ഉണ്ടാകുന്ന സന്തോഷം അനുഭവിച്ചറിയുക. ശരീരത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്ന ചൂട് പോലും നിങ്ങൾക്ക് അറിയുവാൻ പറ്റുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഞങ്ങൾ പറഞ്ഞപോലെ മറ്റൊരു ചിന്തകളും ഇല്ലാതെ ഈ മാലാഖ മന്ത്രം ജപിച്ച വ്യക്തിക്ക് ശരീരത്തിലെ മാറ്റം അറിയുവാൻ കഴിയും. വീണ്ടും നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തു ഈ മാലാഖ മന്ത്രം ജപിക്കുക. ഒരു 4 സെക്കൻഡ് ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തി സാവകാശം പുറത്തേക്ക് വിടുക. ഈ സമയം ഈ മാലാഖ മന്ത്രം മുൻപ് പറഞ്ഞപോലെ നിങ്ങളുടെ ശരീരത്തേക്ക് അത്ഭുതകരമായ ഊർജ്ജം വഹിക്കുന്ന പ്രകാശം കടത്തിവിടുന്നതായും ആ പ്രകാശം നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾ മാറ്റുന്നതായും ഭാവനയിൽ കണ്ട് ആ സന്തോഷം അനുഭവിക്കുക. കുറഞ്ഞത് 5 മിനിറ്റ് ഇതുപോലെ ആവർത്തിക്കുക. ശേഷം ഈ മാലാഖ മന്ത്രത്തിൽ വിശ്വാസം പുലർത്തുക. 21 ദിവസങ്ങൾ ഇതേ പ്രവൃത്തി ഇതേ സമയത്തു ആവർത്തിക്കുക. ഇനിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ മാലാഖ മന്ത്രം എങ്ങനെ ജപിക്കണം എന്ന് നോക്കാം. പിങ്ക് വെളിച്ചത്തിന്റെ ഒരു കുമിളയിൽ വ്യക്തിയെ ദൃശ്യവൽക്കരിക്കുക. അതായത് പിങ്ക് കുമിള നിങ്ങളുടെ മനസ്സിൽ കാണാൻ കഴിയണം. അതുപോലെ പിങ്ക് കുമിളയ്ക്കുള്ളിൽ പ്രിയപ്പെട്ട ആളിന്റെ മുഖം സങ്കൽപ്പിക്കാൻ കഴിയണം. പിന്നീട് പിങ്ക് കുമിളയിൽ ഉള്ള വ്യക്തിയുടെ പ്രതിച്ഛായയ്ക്ക് മുകളിൽ ഏഞ്ചൽ,
ലൈറ്റ്, ഡിവൈൻ, ബി എന്ന വാക്കുകൾ മാനസികമായി ജപിക്കുക. ഈ പിങ്ക് കുമിള നിങ്ങളുടെ ഹൃദയചക്രവുമായി ബന്ധിപ്പിക്കുക. പിങ്ക് നിറത്തിലുള്ള കുമിളയുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു അദൃശ്യ ചരട് പോലെ. കുമിളയുടെ പിങ്ക് നിറവും ഏഞ്ചൽ, ലൈറ്റ്, ഡിവൈൻ, ബി എന്ന സ്വിച്ച് വേഡുകളും കൂടുതൽ ഉജ്ജ്വലവും സജീവവുമാകുന്നതിനായി നിങ്ങൾ ചരടിലൂടെയും കുമിളയിലേക്കും ഊർജ്ജം അയക്കുന്നതായി ദൃശ്യവൽക്കരിക്കുക. നിങ്ങളുടെ ഊർജ്ജം കുമിളയിലുള്ള വ്യക്തിയിലേക്കും പ്രപഞ്ചത്തിലേക്കും സ്വിച്ച് വേഡുകൾ പ്രക്ഷേപണം ചെയ്യുന്നതായി അനുഭവിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ജപിച്ച മന്ത്രം പിങ്ക് കുമിളയിൽ ഉള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ അദൃശ്യ ചരടിലൂടെ ഊർജ്ജം അയച്ചു കൊടുക്കുകയും ആ ഊർജ്ജം നിങ്ങളുടെ വ്യക്തിയുടെ ശരീരത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച ശാന്തി നൽകുവാൻ കഴിഞ്ഞുവെന്ന് മനസ്സിൽ കാണുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ മാലാഖ മന്ത്രം അവരിൽ പ്രവർത്തിക്കും. ചിലപ്പോൾ പല പ്രാവശ്യം ട്രൈ ചെയ്താൽ മന്ത്രമാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇത്രയും അഗാധത്തിൽ ജപിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. പ്രിയ കൂട്ടുകാരെ, ഞങ്ങളുടെ മുൻപുള്ള വീഡിയോസിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജപിക്കുവാൻ കഴിയുന്ന ചില രീതികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. മുൻപുള്ള വീഡിയോസ് വളരെ ശ്രദ്ധയോടെ കണ്ടവർക്ക് ഒരുപക്ഷെ അത് എങ്ങനെയാണ് എന്ന് ഈ നിമിഷം മനസ്സിലാവുന്നതാണ്. ആ വീഡിയോസ് കാണാത്ത സുഹൃത്തുക്കൾ ചാനലിൽ നിന്ന് അത് കാണുക, മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ജപിക്കുമ്പോൾ പിങ്ക് കുമിള വഴി ജപിക്കുവാൻ കഴിയുമോ എന്നതാണ് ആദ്യം നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതിന് കഴിയാത്തവർ മുൻപുള്ള ഞങ്ങളുടെ വീഡിയോസിൽ നിന്ന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സ്വിച്ച് വേഡ്സ് എങ്ങനെ ജപിക്കണം എന്ന വീഡിയോസ് കണ്ടതിനു ശേഷം ജപം ആരംഭിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളോ നിങ്ങളുടെ ബന്ധപ്പെട്ടവരോ നിലവിൽ മെഡിസിൻ ഉപയോഗിക്കുന്നവർ എങ്കിൽ ഇത് ജപിക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ തന്റെ രോഗം മാറ്റി നൽകുന്നു എന്ന ചിന്തകൾ ജപിക്കുമ്പോൾ മനസ്സിൽ കണ്ടാൽ വളരെ നല്ലതായിരിക്കും. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് നേട്ടം എങ്കിൽ ഇനിയും വരുന്ന പുതിയ വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരം എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറന്നു പോകരുത്.